നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾ റോഡ് ഷോ നടത്തി. 17-18 വാർഡുകളിലെ സ്ഥാനാർത്ഥികളാണ് റോഡ് ഷോ പ്രചരണം നടത്തിയത്. ചേർപ്പ് ശ്രീശങ്കര വിദ്യാമന്ദിരത്തിൽ ശാസ്ത്രമേള സംഘടിപ്പിച്ചു. കുട്ടികളുടെ വ്യത്യസ്തമായ അവതരണങ്ങൾ ശാസ്ത്രമേളയെ ശ്രദ്ധേയമാക്കി. LDF പാറളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും കോടന്നൂരിൽ നടന്നു. വെങ്ങിനിശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. വാർത്തകൾ വിശദമായി. ചേർപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾ റോഡ് ഷോ നടത്തി. 17-18 വാർഡുകളിലെ സ്ഥാനാർത്ഥികളാണ് റോഡ് ഷോ പ്രചരണം നടത്തിയത്. പാറാപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഹെർബർട്ട് കനാൽ സെന്ററിൽ സമാപിച്ചു. സുനിത ജിനു, സജീർ റഫീഖ് കാക്കക്കാട്, ചേർപ്പ് ബ്ലോക്ക് 8 ഡിവിഷൻ സ്ഥാനാർത്ഥി ഷക്കീൽ അമീർ, 18-ാം വാർഡ് മെമ്പർ നസീജ മുത്തലിഫ് എന്നിവർ റോഡ് ഷോയിൽ പങ്കെടുത്തു. റോഡ് ഷോയുടെ സമാപന ചടങ്ങ് CPM ഏരിയ കമ്മിറ്റി അംഗം KK അനിൽ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ശ്രീശങ്കര വിദ്യാമന്ദിരത്തിൽ ശാസ്ത്രമേള സംഘടിപ്പിച്ചു. കുട്ടികളുടെ വ്യത്യസ്തമായ അവതരണങ്ങൾ ശാസ്ത്രമേളയെ ശ്രദ്ധേയമാക്കി. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂൾ പ്രധാന അധ്യാപകൻ KK ഗിരീഷ് കുമാർ ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും ഇത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള ശാസ്ത്രമേളകൾ ഉണ്ടാകും. ഞാനൊക്കെ അത്ഭുതപ്പെടാറുണ്ട്. കാരണം നമുക്ക് LPയിൽ പോലും അങ്ങനെ രക്ഷിതാക്കളുടെ പങ്കാളിത്തത്തോടുകൂടി തന്നെ, പക്ഷേ രക്ഷിതാക്കളുടെ പങ്കാളിത്തത്തോടുകൂടി വിശദമായ രീതിയിൽ സംഘടിപ്പിക്കാൻ പ്രയാസം തോന്നാറുണ്ട്. ഇത് ഗംഭീരമായിട്ട് തന്നെയാണ് ഇവിടെ ഈ ശാസ്ത്രമേളകൾ സംഘടിപ്പിക്കുക. അതിൽ പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെ ആ ഒരു കൂട്ടായ്മ തന്നെയാണ് ആ കുട്ടികളൊപ്പം ഈ കാര്യം മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അവർക്ക് പ്രചോദനകരമായ രീതിയിൽ അവരുടെ ശാസ്ത്ര കൗതുകം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള മേളകൾ സംഘടിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ രക്ഷിതാക്കളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ കൊച്ചുമക്കള് 2-2.5-3 വയസ്സ് പ്രായത്തിൽ നിന്ന് വന്നിട്ടുണ്ടാവും അല്ലേ? ആ കുട്ടികളുടെ മാനസിക അവസ്ഥ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒന്ന് നിരീക്ഷിക്കണം. ഒരു 2.5 വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് വേറൊരു കുട്ടീനെ, അതേ പ്രായത്തിലുള്ള ഒരു കുട്ടീനെ കൊണ്ട് നിർത്തി നോക്കിയാൽ പിന്നെ ആ കുട്ടിക്ക് അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, ആരും വേണ്ട. പിന്നെ ആ കുട്ടീനെ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കുട്ടിയുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പല്ലുണ്ടെങ്കിൽ ചിലപ്പോൾ കടിച്ചു പൊളിക്കോ. അപ്പോൾ കുട്ടിയുടെ അറിയാനുള്ള ആഗ്രഹങ്ങൾ, കൂട്ടുകൂടാനുള്ള അവസരങ്ങൾ, ഇത് വളർന്ന ഒരു സമയമാണ്. അത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും. 2.5 വയസ്സായ കുട്ടി അവൻ ചിലപ്പോൾ ഷൂസ് ഇടാൻ നോക്കും, ഷർട്ടിൻ്റെ ബട്ടൺ ഇടാൻ നോക്കും, അവൻ ചിലത് വരയ്ക്കാൻ നോക്കും. 3-4 വയസ്സാകുമ്പോൾ കത്രിക എടുത്താൽ കത്രിക എടുത്ത് ചിത്രങ്ങൾ വെട്ടിയെടുക്കാൻ നോക്കും. അങ്ങനെ ചില പരിശ്രമങ്ങൾ ഈ ശാസ്ത്ര പ്രദർശനയ്ക്ക് ഒരുക്കുമ്പോൾ അവരെ കൂടി അതിന് പങ്കാളികളാണ്. അവരെ കത്രിക കൊടുക്കണം. വിദ്യാലയ സമിതി സെക്രട്ടറി TV ജയൻ അധ്യക്ഷനായി. ശ്രീശങ്കര ശിശുവിദ്യാമന്ദിരം പ്രധാനാധ്യാപിക VG രാഗി, PTA പ്രസിഡന്റ് ഗോകുൽ, CNN സ്കൂൾ മാനേജർ അച്യുതൻ, അധ്യാപകൻ ശങ്കരൻ എന്നിവർ സംസാരിച്ചു. വ്യത്യസ്തമായ ചാർട്ടുകൾ, മോഡൽ, വർക്കിംഗ് മോഡലുകൾ എന്നിവ ശാസ്ത്രമേളയെ ശ്രദ്ധേയമാക്കി. LDF പാറളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും കോടന്നൂരിൽ നടന്നു. വെങ്ങിനിശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. വെങ്ങിനിശ്ശേരിയിൽ നിന്ന് കോടന്നൂരിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ 100-ലേറെ പ്രവർത്തകരാണ് പങ്കെടുത്തത്. തുടർന്ന് നടന്ന പൊതുയോഗം CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത്,
തൃശ്ശൂരിലെ ഏക കോർപ്പറേഷൻ, തൃശ്ശൂർ ജില്ലയിലെ 7 നഗരസഭകളിൽ 5 എണ്ണം, തൃശ്ശൂരിലെ ബ്ലോക്ക് പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലെ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ കൈകളിലാണ് ജനങ്ങൾ ഏൽപ്പിച്ചത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തുടർഭരണത്തിൽ, ആ തുടർഭരണം നമുക്ക് നമ്മുടെ നാടിന്റെ വികസന പന്താവിൽ പുതിയ പുതിയ അനുഭവങ്ങൾ ചേർത്ത് തെളിയിച്ചു തന്നു. ഇന്നലെ തൃശൂർ കോർപ്പറേഷന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ കേരളത്തിലെ ഗവൺമെന്റിനെ നയിക്കുന്ന സഖാവ് പിണറായി വിജയൻ ഉണ്ടായിരുന്നു. ആ മന്ത്രിസഭയിലെ 2 പ്രധാന മന്ത്രിമാർ, റവന്യൂ മന്ത്രി സഖാവ് കെ രാജൻ, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, മറ്റൊട്ടേറെ ഇടതുപക്ഷ നേതാക്കൾക്കൊപ്പം അവരുണ്ടായിരുന്നു. കേരളത്തിന്റെ മുമ്പിൽ കേരളത്തിന് വികസനത്തിന്റെ ഒരു വസന്തകാലം തീർത്ത് അനിതര സാധാരണമായ വളർച്ചയുടെ വികാസത്തിന്റെ നാളിലേക്ക് ഈ കേരളത്തെ കൈപിടിച്ച് ഉയർത്തിയതിന് കേരളം എപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട്, അതിന്റെ ഗവൺമെന്റിനോട് കടപ്പെട്ടിരിക്കുന്നു. പി.വി. സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. CC മുകുന്ദൻ MLA, PR വോഗീസ്, KK രാജേന്ദ്രബാബു, PB ഷാജൻ, AT പോൾസൺ, TR മീര, TG വിനയൻ എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട രൂപത മൈഗ്രൻസ് മിഷൻ സംഘടനയുടെ പ്രഥമ പ്രസിഡന്റായി കല്ലേറ്റുങ്കര സ്വദേശി ഷാജു വാലപ്പനെ തിരഞ്ഞെടുത്തു. കല്ലേറ്റുങ്കര ഉണ്ണിമിശിഹ പള്ളി ഇടവകാംഗമാണ് ഷാജു വാലപ്പൻ. നമ്മുടെ കർത്താവ് ശംശിയുടെ മനുഷ്യാവതാരത്തിന്റെ 2025 ജൂബിലിയുടെ നിറവിലാണ്. ഈ വർഷം ജൂബിലി സമാപിക്കുന്നു. ജനുവരി 6 കൂടെ ഈ ജൂബിലിക്ക് സമാപനം കുറിക്കുക. നമ്മുടെ രൂപതയിലെ ജൂബിലിയുടെ സമാപനം കുറിക്കുന്നത് ഡിസംബർ 7 കൊടുങ്ങല്ലൂർക്ക് ഉള്ള തീർത്ഥയാത്രയോടുകൂടിയാണ്. നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുകയാണ്, നമ്മുടെ രൂപതയാണ് ഭാരതത്തിലെ കത്തോലിക്ക സഭയുടെ പിള്ളത്തൊട്ടിൽ, ദ ക്രേഡിൽ ഓഫ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഇൻ ഇന്ത്യ. മറ്റേത് രൂപതയെക്കാളും ഏറ്റവും പഴക്കമുള്ള ഇടവുകളുള്ള രൂപതയും നമ്മുടേതാണ്. നമുക്കതിൽ അഭിമാനമുണ്ട്. കാരണം തോമാസ്ലിയ വന്നിറങ്ങിയത് AD 52 മുസീരീസ എന്നുള്ള പട്ടണം, അത് കൊടുങ്ങല്ലൂരാണ്, നമ്മുടെ രൂപത അതിർത്തിയിലാണ്. അതിന്റെ തുടർച്ചയായിട്ടുള്ള സിറിയൻ രൂപത നമ്മുടെ രൂപതയാണ്. അപ്പോൾ ഒരു പൈതൃക ഭൂമി സ്വന്തമായിട്ടുള്ള രൂപതയാണ്. 1886 വരെ കൊടുങ്ങല്ലൂരായിരുന്നു ഭാരതത്തിലെ ഏറ്റവും ആദ്യത്തെ രൂപത. ഏറ്റവും മർത്തോമാസ്ലിഹായുടെ ഭാരതപ്രവേശനവും അത് കഴിഞ്ഞുള്ള പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് സ്ഥാപിച്ച രൂപത കൊടുങ്ങല്ലൂരാണ്. പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമാണ് ഷാജു വാലപ്പൻ. കൂടാതെ ഇദ്ദേഹം എക്സിം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചെയർമാനും കൂടിയാണ്. സ്കൂൾ കാലഘട്ടം മുതൽ കത്തോലിക്ക സഭയുടെ യുവജന സംഘടനയായ KCYM-ലെ ഭാരവാഹിത്വത്തിലൂടെയാണ് പ്രവർത്തന രംഗത്തെത്തിയത്. ഷാജു വാലപ്പൻ രൂപത പാസ്റ്ററൽ കൗൺസിൽ മെമ്പറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിക്കുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിലാണ്. നിലവിലെ UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. ഒരു കടുത്ത മത്സരം തന്നെയാണ് UDF ഈ സിറ്റിംഗ് സീറ്റിൽ നിലനിർത്തുവാനായിട്ട് UDF നിലനിർത്തുമ്പോൾ LDF പിടിച്ചെടുക്കുവാനായിട്ടാണ് മത്സരത്തിൻ്റെ അങ്കത്തട്ടിലേക്ക് വന്നിരിക്കുന്നത്. അവസാന വട്ട ലാപ്പിലേക്ക് കടക്കുമ്പോൾ ശക്തമായൊരു മത്സരം തന്നെയാണ് 8ാം വാർഡിൽ കാഴ്ചവെക്കുക. നമ്മൾ ആ സ്ഥാനാർത്ഥിയോടൊപ്പം സഞ്ചരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. പേര്? എൻ്റെ പേര് ബിജി ബെന്നി.
8ാം വാർഡിൽ മത്സരിക്കുന്നത്. പുതുമുഖമാണ് ഇക്കുറി LDF മുന്നോട്ട് ഇറക്കിയത് പുതുമുഖത്തെയാണ്. ബിജെജിയുടെ ഒരു ബേസ്, അതായത് ഏത് രംഗത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഒരു രാഷ്ട്രീയ സേവനത്തിലേക്ക് വന്നത്? എങ്ങനെയാണ്? രാഷ്ട്രീയ സേവനം ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് ബിസിനസ്സാണ്. ഹസ്ബൻഡും മകനാണ് സപ്പോർട്ടിങ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വ്യാപാരി വ്യവസായിയുടെ വനിതാ വിങ് സെക്രട്ടറി കൂടിയാണ്. പ്രവർത്തന പരിചയമുണ്ട്. വ്യാപാരി വ്യവസായിയുടെ ഇതിൽ നിന്നാണ് കൂടുതൽ എനിക്ക് വന്നത്. ഞാൻ ഇപ്പോൾ അതിലെ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ ഒരു 2 വർഷമാവുന്നു. അടുത്ത ഇലക്ഷൻ വരുന്നുള്ളൂ ഏപ്രിലിൽ. അതൊരു മുതൽക്കൂട്ടാണ്. ഈ ഒരു മത്സര രംഗത്തേക്ക് വരുമ്പോൾ വലിയൊരു ധൈര്യമുണ്ട്. അതിലാണ് ഞാൻ ഇത്രയും ഒന്നാമത്തെ ഞാൻ ഇവിടെ ജനിച്ച് വളർന്ന ആളാണ്. എല്ലാവരും രാഷ്ട്രീയം നോക്കിയിട്ടല്ല, എല്ലാവരുമായിട്ട് ഞാൻ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. എങ്ങനെയുണ്ട് ഈ ഒരു അവസാനവട്ട ലാപ്പിലേക്ക് പോകുമ്പോൾ ഉള്ള ആളുകളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്കൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു? എല്ലാവരും നല്ല സപ്പോർട്ടാണ് എനിക്ക്. ഈ പ്രാവശ്യം എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതിന് പിന്തുണയായിട്ട് എൻ്റെ വീട്ടുകാരും ഉണ്ട്, പുറത്തു നിൽക്കുന്ന ആളുകളെ കണ്ടില്ലേ, എല്ലാവരും എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. മകനെന്ന രീതിയിൽ ഈ പ്രചരണം തുടങ്ങിയ അന്ന് മുതൽ കൂടെയുണ്ട് അല്ലേ? ഓരോ വീട്ടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ആളുകളുടെയൊക്കെ ആ ഒരു അനുഭവം എങ്ങനെ? അതായത് ഒരു മാറ്റമൊക്കെ വേണമെന്നൊക്കെയാണോ ആളുകൾ പറയണേ? അങ്ങനെ ആഗ്രഹിക്കണവരൊക്കെ ഉണ്ട്. പിന്നെ അമ്മനെ ഇപ്പം ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം നമ്മളറിയാവുന്നവർ തന്നെ വോട്ട് ചെയ്താൽ നല്ല ഭൂരിപക്ഷത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റും. നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, നിലവിൽ UDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അത് പിടിച്ചെടുക്കുക എന്ന ഒരു ദൗത്യമാണ് LDF ഇപ്പോൾ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വാർഡിലേക്ക് വരുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ്? കാഴ്ചപ്പാടെന്താ? ഇത് കൂടുതലായിട്ട് നമ്മുടെ സഞ്ചാരം, അത് റോഡ് വികസനം, പിന്നെ കുടിവെള്ളം, പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്, അതാണ് മെയിനായിട്ട് വേണ്ടത് നമുക്ക്. അതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളല്ല എനിക്ക് ആവശ്യം, നമ്മുടെ അവകാശങ്ങൾ. ഞാൻ മെമ്പറായി കയറുകയാണെങ്കിൽ എനിക്ക് ഈ വാർഡിലേക്ക് കിട്ടാവുന്ന എല്ലാ അവകാശങ്ങളും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ. ഈ വാർഡിലെ റോഡുകളുടെ അവസ്ഥ എങ്ങനെയാണ്? ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ. അതിലൊരു മാറ്റം വരുത്തണം, തീർച്ചയായിട്ടും വരുത്തണം. അതുപോലെ തന്നെ നിലവിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ അടക്കം എല്ലാ ഇതുകളും നമുക്ക് നോക്കേണ്ടതാണത്. അത്തരത്തിലൊരു മാറ്റത്തിലേക്കാണ് ആദ്യം ലക്ഷ്യം വയ്ക്കുന്നത് അല്ലേ? ആദ്യ ലക്ഷ്യം അതിലേക്ക് മാത്രമാണ് എനിക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടേണ്ട കുറേ എല്ലാവരും പറയും ആനുകൂല്യങ്ങൾ, ഔദാര്യങ്ങൾ. എനിക്കത് വേണ്ട, ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ, അതാണ് ഞാൻ ഈ വാർഡിലേക്ക് വാങ്ങിച്ചു കൊടുക്കാന്ന് പറയുന്നത്. നിലവിലിപ്പോൾ ഒരു അവസാന വട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിശബ്ദ പോരാട്ടം. പിന്നെ മറ്റന്നാൾ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുത്ത ഈ ഒരു 2-3 ആഴ്ചത്തെ കാര്യം ഒന്ന് ഓർത്തെടുക്കാമോ? അതായത് സ്ഥാനാർത്ഥി നിർണ്ണയം തൊട്ട് ഇവിടം വരെയുള്ള ഈ ആളുകളായിട്ടുള്ള 1, 2, 3 വട്ടമൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്? എനിക്ക് 100% ആത്മവിശ്വാസമാണ്. കാരണം എവിടെ ചെന്നാലും നല്ല സപ്പോർട്ടാണ്. എന്നെ അറിയാത്തവർ ഈ വാർഡിൽ കുറവാണ്, ഇല്ലയെന്ന് തന്നെ പറയാം. കാരണം ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും അവർ പറയും, ആ കടയിലുള്ള ആളല്ലേ, ഞങ്ങൾക്കറിയാം, മോൾക്ക് എന്നെ ചെയ്യുള്ളൂ എന്ന് പറയണേ. സ്ഥാനാർത്ഥിക്കൊപ്പം എത്തി നിൽക്കുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിലാണ്. നിലവിൽ LDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. പക്ഷേ 18ാം വാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും, വാർത്തയിലധികം പ്രാധാന്യം നേടിയ ഒരു വാർഡ് തന്നെയാണ്. നിരവധിയേറെ പ്രശ്നങ്ങൾ തന്നെയാണ് ജനങ്ങൾ നേരിടുന്നത്. സ്വാഭാവികമായിട്ടും UDF മത്സര രംഗത്തേക്ക് ഇറക്കിയത് സുപരിചിതമായ വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ചേർപ്പുകാർക്ക് തന്നെ സുപരിചിതമാണ്. UDFിൻ്റെ തന്നെ നിർണായകമാകുന്ന ഒരു സീറ്റ് തന്നെയാണ് ഈ 18ാം വാർഡ്. മജീദ് മുത്തുലിയാലാണ് ഈ സീറ്റിലേക്ക് മത്സരിക്കുന്നത്. നിലവിൽ ഒരു അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങി അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ഉണ്ട് ഒരു ആത്മവിശ്വാസം? അത് ആളുകളുടെ ഭാഗത്ത്, വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രചരണത്തിനായിട്ട് കയറി ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് എത്ര ഉണ്ട്? 100% 18ാം വാർഡിൽ വിജയിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. 100% ഉണ്ട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വാർഡാണ് ചേർപ്പ് 18ാം വാർഡ്. കാരണം വേനൽക്കാലമായാൽ കുടിവെള്ളമില്ല, വർഷക്കാലമായ വെള്ളപ്പൊക്കം. ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്ന വേറൊരു വാർഡ് ചേർപ്പ് പഞ്ചായത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ നിലവിൽ LDFിൻ്റെ മെമ്പറാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇവിടെ നിന്ന് ജയിച്ചു പോയ മെമ്പറാണ് ഇപ്പോൾ നിലവിൽ പ്രസിഡൻറ്റ്. വാർഡിൽ LDF തന്നെ, ബ്ലോക്കിൽ LDF തന്നെ, ജില്ലാ പഞ്ചായത്ത് LDF, MLA LDF. കഴിഞ്ഞ 5 വർഷം ഒന്നും ചെയ്തിട്ടില്ല. 5 വർഷക്കാലം ഇവിടുത്തെ ഈ വെള്ളപ്പൊക്കത്തിനോ ഇതാണോ ആരോപിക്കുന്നത്? ഇതാണോ കഴിഞ്ഞ വർഷം? തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് വെള്ളത്തിൻ്റെ കാര്യത്തിലാണ്. ഒന്ന് കുടിവെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ, ഒന്ന് വെള്ളം വരുമ്പോൾ വീടുകളിൽ നിന്ന് മാറിപ്പോകേണ്ട ഒരവസ്ഥ.
ഈ തോപ്പ് പ്രദേശത്ത് 100ഓളം വീടുകൾ തോപ്പ് പ്രദേശത്തുണ്ട്. ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഫുൾ അവരുടെ കയ്യിലാണ്. എന്നിട്ട് പോലും ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ ഒരു പദ്ധതി പുതിയത് കൊണ്ടുവരാനോ ഈ 5 വർഷക്കാലം പുതിയൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കാനോ സാധിച്ചിട്ടില്ല. നമ്മൾ ഈ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ എൻഡാണ് ഈ 18-ാം വാർഡ്. ആറാട്ടുപുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ചുരുങ്ങിയതിൽ ഒരു ദിവസത്തോളം പിടിക്കും. അപ്പോൾ ആ വെള്ളം പമ്പ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും ഈ ഭാഗത്തേക്ക് വെള്ളം എത്തുമ്പോഴേക്കും ടാങ്കിൽ വെള്ളം കഴിയും. പിന്നെ രണ്ടാമത് 2 ദിവസം കഴിയുമ്പോഴടിക്കുക. ആ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അടിച്ചാൽ പിന്നെയും ഇവിടേക്ക് എത്തുമ്പോൾ 4 ദിവസം പിടിക്കും. അപ്പോൾ ആഴ്ചകളിൽ ഒരു ദിവസം വെള്ളം കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കുടിവെള്ളമാണ് ഏറ്റവും പ്രശ്നം. രണ്ടാമത്തെ കാര്യം ഇവിടെ വെള്ളം കയറുന്ന കാരണം കാലങ്ങളായിട്ട് ഇവിടെ വെള്ളക്കെട്ടുള്ള വെള്ളം കയറുന്ന സ്ഥലമാണ്. പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ ഉള്ളത് ഈ ഭാഗത്തു നിന്നാണ്. ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പിൽ ആളുകൾ പോകുന്നത് തോപ്പ് മുത്തുള്ളി ഹെർബർട്ട് കനാലിൽ നിന്നാണ്. അതായത് ഒരു 100ഓളം വീട് തോപ്പിലുണ്ട്. ഹെർബർട്ട് കനാലിൻ്റെ പുഴയുടെ 2 സൈഡിലും അനേകം വീടുകളുണ്ട്. ഈ വീടുകളിലൊക്കെ ആശ്രയം ഈ ക്യാമ്പ് മാത്രമേ ഉള്ളൂ. കാരണം ഈ വെള്ളക്കെട്ടിൽ വെള്ളം ഒഴുക്കി വിടുന്നതിനുള്ള എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ തടസ്സമാണ്. ഇപ്പോൾ ഈ കാർഷിക മേഖലയെ ചുറ്റപ്പെട്ടതാണ് ഈ 18-ാം വാർഡ്. ചുറ്റും കാർഷിക മേഖലയാണ്. ഈ ജൂബിലി പടവിൻ്റെ ഏരിയയാണ്. ഇവിടെ കാലാകാലങ്ങളിൽ 5 വർഷം മുന്നൊക്കെ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷക്കാലം വരുമ്പോൾ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ തോടുകളും ചാലുകളും ഒക്കെ വൃത്തിയാക്കും. അതുപോലെ തന്നെ എല്ലാ പാടശേഖരങ്ങളും കഴകളും സ്ലൂസുകളും തുറന്നു വിടും. അപ്പോൾ വെള്ളം ഇവിടെ നിന്ന് ഒഴുകി അനാമാവ് ഷട്ടർ റെഗുലേറ്റർ മുഖേന കടലിലേക്ക് ഒഴുകി പോകും. ഇപ്പോൾ ഈ 5 വർഷക്കാലം വെള്ളക്കെട്ടിൻ്റെ ഒരു മുന്നൊരുക്കം ഇവിടെ കണ്ടിട്ടില്ല, ചെയ്യാൻ പറ്റിയിട്ടില്ല. ജൂബിലി പടവിൽ ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾ വരുത്തുന്നത് വേറെ മറ്റൊരു കാര്യമാണ്. ഇവിടെ ജൂബിലി പടവിൽ മീൻ വളർത്തുന്നതുകൊണ്ടാണ് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവണമെന്നാണ് ഇവിടെ തെറ്റിദ്ധാരണ. ഇവിടെ എനിക്ക് ഓർമ്മ വെച്ച നാളും അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ വെള്ളക്കെട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാം, ജയിച്ചു വന്നു കഴിഞ്ഞാൽ മജീദിക്കയുടെ മനസ്സിലുള്ള ആദ്യത്തെ വികസന പരിപാടി എന്താണ്? അതായത് ഈ കുടിവെള്ള ക്ഷാമവും ഒപ്പം തന്നെ വെള്ളക്കെട്ടുമായിട്ട് എന്ത് തരത്തിലുള്ള ഒരു പ്രതിരോധങ്ങൾ തീർക്കാൻ സാധിക്കും? അതിലേക്ക് ഞാൻ വരുന്നതിന് മുന്നേ ഒരു കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ജൂബിലി തേവർപ്പടവ് 950 ഏക്കർ വരുന്ന ജൂബിലി തേവർപ്പടവിൻ്റെ നിലവിലെ പ്രസിഡന്റാണ് ഞാൻ. ഈ ജൂബിലി തേവർപ്പടവിൽ 5 വർഷക്കാലമായിട്ട് ഇവിടെ മീൻ വളർത്തുന്നില്ല. പക്ഷേ ഇവിടെ തെറ്റിദ്ധാരണ ജനങ്ങൾ പരത്തേക്കുന്നത് ഇവിടെ മീൻ വളർത്തുന്നതുകൊണ്ടാണ് വെള്ളക്കെട്ട് ഉണ്ടാകുന്നതാണ്. അതൊന്ന്. ഇതൊക്കെ ഉണ്ടായാലും ഇതിനൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ UDFൻ്റെ സ്ഥാനാർത്ഥികൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മത്സരിക്കുന്ന ഷഫീദ ടീച്ചറായാലും പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മജീദ് മുത്തുള്ളിയാലായാലും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഷീല ഹരിദാസായാലും വിജയിച്ചു കഴിഞ്ഞാൽ ഈ 17, 18, 16 വാർഡുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെർബർട്ട് കനാലിൽ കൂടിയാണ് വെള്ളം ഒഴുകി പോകുന്ന പിച്ചി ഡാമിൽ നിന്ന് വെള്ളം തുറന്ന് ഹെർബർട്ട് കനാലിൽ കൂടെ ഒഴുകി പോകുന്ന വെള്ളമാണ് ഏനാമാവൂർ എത്തുന്നത് ചിമ്മിണി ഡാമിൽ നിന്ന്. ആ വെള്ളം ഒഴുകി പോകുന്ന വെള്ളത്തിൽ നമ്മളവിടെ കനാലിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു പമ്പ് ഹൗസ് സ്ഥാപിച്ച് ആ പമ്പ് ഹൗസിൽ നിന്ന് ഈ 3-4 വാർഡുകളിലേക്കുള്ള ശുദ്ധജലം പമ്പ് ചെയ്ത് ഇവിടുത്തെ ജനങ്ങളെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനാണ് ഏറ്റവും ഫസ്റ്റത്തെ ഞങ്ങളുടെ ഒരു തീരുമാനം. ആ ഒരു ചിന്തയാണ് ഞങ്ങളുടെ ഈ നടക്കുന്ന പ്രവർത്തകരിലും ഉള്ളത്. ഇവിടെ കുടിവെള്ളം ജനങ്ങൾക്ക് വെള്ളക്കെട്ട് ആണ് നമ്മൾ മറ്റൊരു പ്രതിസന്ധി. വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ? വെള്ളക്കെട്ട് മാറ്റുന്നതിന് വേണ്ടി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വെള്ളം നമ്മൾ മെയ് ജൂൺ മാസങ്ങളിലാണ് മഴ പെയ്ത് വെള്ളം കൂടുക. പക്ഷേ നമുക്ക് ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ ഇവിടെ ഈ വെള്ളം മേനാമാവിലേക്ക് ഒഴുകി പോകുന്ന ചാലുകളും തോടുകളും പുഴകളും കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ടാൽ ഈ വെള്ളം മഴ പെയ്യുന്ന വെള്ളം മുൻകാലങ്ങളിൽ ഒഴുകി പോയിരുന്ന രീതിയിൽ ഒഴുകിപ്പോവും. ഇപ്പോൾ അങ്ങനത്തെ ഒരു മെഷീനറി ഇപ്പോൾ ഇവിടെ ഇല്ല, നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ടാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷമായിട്ട് ഇവിടെ ജനങ്ങൾ അനുഭവപ്പെടുന്നത്. യഥാർത്ഥത്തിൽ നിലവിൽ UDF തന്നെയാണ് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. ഇത് നിർണായകമായ ഒരു ഘടകമൊക്കെ ആയിട്ട് മറ്റുള്ള സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വരുമ്പോൾ ഇവിടം സുരക്ഷിതമായിട്ട് തോന്നുന്നുണ്ടോ ഈ ഒരു വാർഡ്? തീർച്ചയായിട്ടും ഇവിടെ സുരക്ഷിതം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളേക്കാൾ കൂടുതൽ സീറ്റ് ഇപ്രാവശ്യം ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ UDF നേടും എന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് 13-ാം തീയതി കാലത്ത് നമുക്ക് വോട്ടെണ്ണി തുടങ്ങുമ്പോൾ വാർഡ് 1 തൊട്ട് UDFൻ്റെ വിജയമായിരിക്കും. ഒരു ത്രിവർണ്ണ പതാക പാറിപ്പറക്കും. തീർച്ചയായിട്ടും ത്രിവർണ്ണ പതാക മൂവർണ്ണം ഈ ചേർപ്പിൻ്റെ തെരുവേദികളിൽ പറക്കും. എന്തായാലും വലിയൊരു മത്സരത്തിനാണ് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വരുന്നത്. ആ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ മജീദിക്കനെ സംബന്ധിച്ച് മജീദിക്കൊക്കെ സുപരിചിതമായ വ്യക്തിത്വമാണ്. നമുക്കറിയാം ഈ 950 ഏക്കർ അവിടെ കൃഷി ചെയ്യാൻ നമ്മൾ നിരന്തരമായി വാർത്തകളൊക്കെ നിറയുന്ന സ്ഥലമാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ വാർഡിനെ കുറിച്ചുള്ള ഒറ്റ വാർത്ത പോലും ഇല്ലാത്ത ദിവസം നമുക്കില്ല. വേനൽക്കാലമായാലും ഈ പ്രദേശത്തെ വാർത്തകൾക്ക് ഒരു ക്ഷാമം ഉണ്ടാവാറില്ല. കാരണം കുടിവെള്ള രൂക്ഷത നേരിടുന്ന പ്രദേശമാണ്. ഞാൻ മുന്നോട്ട് വെച്ചതുപോലെ തന്നെ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതിസന്ധിയുള്ള എന്നാൽ ഏറെ ചർച്ചാ വിഷയമുള്ളൊരു വാർഡിലാണ്
മത്സര രംഗത്ത് മജിദിക്ക ഉള്ളത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് പൂർണ്ണമായും പ്രവർത്തകരുടെ വിശ്വാസം. ഈ വിശ്വാസം കേവലം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 13-ന് ഫലം പുറത്തു വരുമ്പോൾ ആർക്കൊപ്പം എന്നത് മാത്രമേ ഇനി ചിന്തിക്കാനുള്ളൂ. എന്തായാലും മീഡിയ ഫോർ എല്ലാവിധ ആശംസകളും നേരുകയാണ്. വീണ്ടും മറ്റൊരു സ്ഥാനാർത്ഥിയുമായിട്ട് കണ്ടുമുട്ടാം. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് സ്ഥാനാർത്ഥിക്കൊപ്പമാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ BJPയുടെ സീറ്റാണ്. കോൺഗ്രസിൻ്റെ വേരോട്ടമുള്ള മണ്ണായിരുന്നു. പക്ഷേ BJP ആണ് കഴിഞ്ഞ 5 വർഷമായിട്ട് സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയാണ്. ഈ സീറ്റ് പിടിച്ചെടുക്കുവാനാണ് കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും മുതിർന്ന ഒരാളെ പടക്കളത്തിലേക്ക് വിട്ടിരിക്കുന്നത്. കോൺഗ്രസ്സിന് ഉള്ളിൽ വലിയൊരു വിശ്വാസമുണ്ട്. ഈ സീറ്റ് തിരിച്ചു പിടിക്കാമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. സ്ഥാനാർത്ഥി പര്യടനത്തിൻ്റെ ഏറ്റവും അവസാന സമയത്ത് എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നിശബ്ദ പോരാട്ടത്തിൻ്റെയൊക്കെ സമയത്തേക്ക് വരുമ്പോൾ അവസാന ലാപ്പിൽ ഓട്ടപ്രദക്ഷിണമാണ്. വോട്ടർമാരെ കണ്ട് ഒരു വട്ടം കൂടി ഒന്ന് വോട്ടുറപ്പിക്കുന്നതിൻ്റെ തിരക്കിലിടയിലാണ് സിദ്ധാർത്ഥേട്ടനെ കണ്ടുപിടിച്ചത്. സിദ്ധാർത്ഥേട്ട, എങ്ങനെയുണ്ട് ഈ ഒരു നിലവിലുള്ള ഈ ഒരു പശ്ചാത്തലത്തിൽ? കഴിഞ്ഞ ഒരു 3-4 ആഴ്ചയായിട്ട് നമ്മളിതിൻ്റെ തിരക്കിലിടയിലാണ്. ഓരോ വോട്ടർമാരെ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? വോട്ടർമാരെ കാണുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്ക് എന്നെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. കാരണം ഈ വാർഡ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് 10-15 വർഷത്തിലധികമായിട്ട് പ്രതിപക്ഷ മെമ്പർമാരുടെ കയ്യിലാണ്. വേണ്ടത്ര പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ എത്തിയിട്ടില്ല എന്നാണ് ആളുകളുടെ അഭിപ്രായം. അപ്പോൾ എന്നെ ഒരു പ്രതീക്ഷയോടെയാണ് ആളുകൾ കാണുന്നത്. കാരണം ഈ വാർഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെള്ളക്കെട്ടാണ്. പനംകുളം എന്നാണ് ഈ വാർഡിൻ്റെ പേര്. പക്ഷേ മഴ പെയ്ത ഈ വാർഡ് മൊത്തം കുളമാണ്. അപ്പോൾ അതിന് ഒരു പരിഹാരമുണ്ടാക്കണം എന്നാണ് ജനങ്ങളുടെ ഒരു പ്രധാന ആവശ്യം. നമുക്ക് മുന്നോട്ട് നടക്കാം. അങ്ങ് പഞ്ചായത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടും വ്യക്തിത്വം എന്ന നിലയ്ക്ക് തന്നെ ഇത് പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് പാർട്ടിയുടെ മുന്നിലേക്ക് വച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം. ഈ ദൗത്യത്തിലേക്ക് മുന്നിലേക്ക് വരുമ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങ് പറഞ്ഞു വെള്ളക്കെട്ടിൻ്റെ പ്രതിസന്ധി പറഞ്ഞു, എന്താണ് മുന്നിലേക്ക് ജനങ്ങൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ വികസന നടപടികൾ എന്തൊക്കെയായിരിക്കും? എൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ വാർഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്ന് തന്നെ. ഈ വാർഡിനെ സംബന്ധിച്ച് ഈ വാർഡിലെ 90% ആളുകളും വെള്ളക്കെട്ടിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ എങ്ങനെയായിരിക്കും എൻ്റെ ഫലഭാവത്തിലേക്ക് എത്തിക്കുക? ചില കാനകൾ വൃത്തിയാക്കി ആവശ്യമുള്ളിടത്ത് കാനകൾ കെട്ടി നമുക്കൊരു 5 വർഷം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കാലാവധി കഴിയുന്നതിനുള്ളിൽ ഇവിടുത്തെ വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കി പോകാൻ കഴിയുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ജനങ്ങളെ നേരിടുന്നത്. അനുകൂലമായൊരു തരംഗമുണ്ടോ UDFന്? തരംഗമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പോസിറ്റീവായ ഒരുപാട് ഘടകങ്ങളിവിടെ ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുകയാണ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിലാണ് ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം എത്തി നിൽക്കുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങിയ സമയത്ത് അത്ര കണ്ട് ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല പല ആളുകളും അവസാന ലാപ്പിൽ മുൻപന്തിയിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ജനപക്ഷ മുന്നണിയുടെ ഉമ്മർ PH അവർകളാണ് ചേർന്നത്. ഉമ്മറൊക്കെ അടക്കം ഈ ഒരു മത്സര രംഗത്തേക്ക് വന്നപ്പോൾ 17-ാം വാർഡിൽ തീ പാറുന്നൊരു പോരാട്ടമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. 13-ന് തീർച്ചയായും ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഉമ്മർക്കെല്ലാം ശക്തമായ ഒരു സാന്നിധ്യമായി തീരുമെന്നതിൽ ഒരു സംശയവുമില്ല. കാരണമുണ്ട്, പഴയകാല ചരിത്രങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ചരിത്രങ്ങളെല്ലാം തന്നെ ഈ കുറി വോട്ടായിട്ട് മാറുമെന്നുള്ള കടുത്ത വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളോടൊപ്പം ഉമ്മർക്ക് ചേരുന്നത്. ഉമ്മർക്ക, ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ തോന്നുന്നത്? തീർച്ചയായിട്ടും എത്തിയിരിക്കും. ഞാൻ തന്നെയാണ് ഇവിടെ മുൻപന്തിയിൽ നിൽക്കുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ 2 സ്ഥാനാർത്ഥികളൊന്നും 17 വാർഡിലുള്ളൂ മത്സരരംഗത്ത്, ഞാനും LDFും. നിലവിൽ പഴയകാല ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വോട്ടർമാരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ മനസ്സിൻ്റെ അവസ്ഥകൾ എന്തായിരിക്കും? ഉമ്മർക്കൊക്കെ അനുകൂലമാകുമോ? അനുകൂലമായി തന്നെയാണ് ഈ 17 വാർഡ്. എന്നും ഞങ്ങൾക്കൊപ്പം നിന്നുള്ള ഒരു വാർഡാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാർഡുമായി ബന്ധപ്പെട്ട് ഒരു വിമത സ്ഥാനാർത്ഥിയെ ഇവിടെ കൊണ്ടുവന്നു. ആ വിമത സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന ആളാണ് ഇപ്പോൾ ഇവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ശക്തമായ പ്രതിഷേധം ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും ഇവിടുത്തെ നാട്ടുകാർക്കും ഉണ്ട്. ഇത് വോട്ടിങ്ങിന്, അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസാന ലാപ്പിലൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ. കാരണം കഴിഞ്ഞ ട്രിപ്പ് അതായത് കൈപ്പത്തിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഇപ്പോൾ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ജനങ്ങൾ മുന്നിലേക്ക് എത്തുന്നത്.
അപ്പോൾ അവർ അത് തീർച്ചയായിട്ടും അവർ അത് തിരിച്ചറിയുന്നതുകൊണ്ട് വ്യക്തമായി നമ്മൾ വോട്ടർമാരുടെ അരികിലേക്ക് എത്തുമ്പോൾ അവർ തീർച്ചയായിട്ടും അത് നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. ജനപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വരുമ്പോൾ 17-ാം വാർഡിന് എന്തെല്ലാം വികസനങ്ങളാണ് ഉമ്മർക്കയുടെ മനസ്സിലുള്ളത്? ഇവിടെ മെയിനായിട്ട് ഈ കേരളത്തിൽ ഒന്നടക്കം പേപ്പട്ടി അല്ലെങ്കിൽ പട്ടിശല്യം കൊണ്ട് പൊറുതിമുട്ടുക, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അതുപോലെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഉണ്ട്. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ കൂർമായിക്കുളം റോഡ് ഈ ഇപ്പോൾ നിലവിലുള്ള മെമ്പർ റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞ് പൊളിച്ചിട്ട് 6 മാസമുണ്ട്. ഇതുവരെ പിന്നെ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടെ ഒരു 1-2 വ്യക്തികൾ വീണ്. നിലവിൽ സിറ്റിംഗ് സീറ്റാണ് LDF. ഈ കഴിഞ്ഞ 5 വർഷം ഭരിച്ചത് LDF എന്ന നിലയ്ക്ക് കാര്യമായി മാത്രം കണ്ട് ഈ വാർഡിനെ അത്ര പരിഗണിച്ചില്ലെന്നാണ് പറയുന്നത്. അതെ, ഒരിക്കലും പരിഗണിച്ചിട്ടില്ല. ഞാനിവിടെ 5 വർഷം ഇരുന്നപ്പോൾ 2018-ത്തെ പ്രളയം, അത് കഴിഞ്ഞ് കോവിഡ്, ഇത് കഴിഞ്ഞ് കിട്ടിയ 3 വർഷം കൊണ്ട് 10 റോഡാണ് കട്ടപിരിക്കലും റോഡ് പണി നടത്തിയിട്ടുള്ളത്. അതുപോലെ കൃഷിക്കാർക്ക് ആവശ്യമായ തെക്കുംപാടം കല്ലടിയുടെ ഭാഗത്ത് വീതി കൂട്ടി കൃഷിക്കാർക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉമ്മർക്കയെ സംബന്ധിച്ച് ആർക്കും പ്രത്യേകിച്ച് വോട്ടർമാർക്കൊന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സുപരിചിതമായ ഒരു വ്യക്തിത്വം. അതെ, സുപരിചിതമായ വ്യക്തിത്വം. ഞാനിവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഇവിടെ എല്ലാ ഈ ഒരു നിലപാട്, അതായത് ഇപ്പൊ ഈ ജനപക്ഷ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരു ഘടകത്തെ കുറിച്ചൊക്കെ വോട്ടർമാർക്ക് ബോധവാന്മാരാണോ? തീർച്ചയായിട്ടും. അവർ ഇത്രേ പറയുന്നുള്ളൂ, ചിഹ്നം ഉമ്മർക്ക വിഷയാക്കണ്ട, ഉമ്മർക്കാട് കൂടെ ഞങ്ങളുണ്ട്. ഉമ്മർക്കാനെ ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ അറിയാം. ഈ കാർ ഓടിച്ചു നടക്കുന്ന ഈ ഉമ്മർക്കയെ അറിയാത്തവർ ആരും തന്നെ ഇല്ല എന്നാണ് എൻ്റെ നല്ലവരായ. എന്താണ് ജനപക്ഷ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ആശയം? എന്താണ്? ജനങ്ങളൊപ്പം നിന്നുകൊണ്ട് ഈ വാർഡിൽ ചെയ്യാവുന്ന എല്ലാ പരിഗണനയും കൊടുത്തുകൊണ്ട് ഈ ജനപക്ഷ മുന്നണി മുന്നേറും. എനിക്ക് തോന്നുന്നു നിർണായകമായ ഒരു ഘടകമായിട്ട് വരും. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. ചേർപ്പിന്റെ നിർണായക ഘടകമായി ഈ 17 വാർഡും മാറിയിരിക്കും. അതിലെ ഉമ്മർക്കയാണ് നിലപാട് വ്യക്തമാക്കി കഴിയാണ്. തീർച്ചയായിട്ടും ഞാൻ നിലപാട് വ്യക്തമാക്കണേ. ഈ ചേർപ്പിന്റെ ഭരണം ഈ കോൺഗ്രസുമായിട്ടുള്ള അസാരസ്യങ്ങളൊക്കെ പറഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങളായിരുന്നില്ലേ? തീർച്ചയായിട്ടും. ഇവിടുത്തെ പിന്നെ എന്തുകൊണ്ടാണ് അതൊരു തടസ്സവാദഗതി വന്നത്? ഇവിടുത്തെ നിലവിലുള്ള ചില സീനിയർ നേതാക്കന്മാര് ഇവിടെ കളിച്ച കളിയാണ് ഈ 17-ാം വാർഡിന് ഇന്ന് ഈ അവസ്ഥ വന്നിട്ടുള്ളത്. ഈ ചേർപ്പിലെ സീനിയർ നേതാക്കന്മാര് ചേർപ്പിലെ കോൺഗ്രസിനെ കൊല്ലുവാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അതായത് അവർ ഈ ചോദ്യം ചോദിക്കാൻ കാരണം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനത്തിൽ ആളായതുകൊണ്ട്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയാനുള്ള, ഈ നാട്ടുകാരും പറയാനുള്ള എന്താണെങ്കിൽ കോൺഗ്രസിന്റെ പതനമാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കണേ. കാരണം ഇവർ വന്ന് അവർക്ക് പറ്റിയ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരിക. ജനകീയനാണോ എന്നുള്ളത് അവരുടെ വിഷയമല്ല. ജനകീയനായിട്ടുള്ള ആൾക്ക് മുൻഗണന കൊടുക്കാതെ അവർക്ക് പറ്റിയവരെ നൂലിൽ കെട്ടിയിറക്കുന്ന ഒരു അവസ്ഥയാണ് പല വാർഡുകളിലും കണ്ടത്. ആ അവസ്ഥ തന്നെയാണ് ഈ 17 വാർഡിൽ സംഭവിച്ചത്. അതിനെതിരെയാണ് ഇവിടുത്തെ ജനങ്ങൾ. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ വാർഡ് എൻ്റെ കൂടെ ഉണ്ട്, ഉറപ്പ്. 13-ന് നിർണായകമായ ഒരു ഘടകമായി മാറും, ഒരു സംശയമില്ല. ഈ 17-ാം വാർഡ് സത്യത്തിൽ പറഞ്ഞാൽ ഇന്ന് ചേർപ്പിന്റെ ഗതി ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ആരും ഭരിക്കും എന്നുള്ള വിഷയത്തിലേക്ക് പോകണമെങ്കിൽ ഈ 17-ാം വാർഡിന്റെ ജനപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയെ എന്നെ ആശ്രയിക്കേണ്ട ഗതി. ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യണ? ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ രാഷ്ട്രീയത്തിന് അതീതമായി കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് എൻ്റെ പിന്നിലുണ്ട്. അതിനുപരിയായി ഈ 17-ാം വാർഡിന്റെയും മറ്റുള്ള സ്ഥലത്തുള്ള എല്ലാ സപ്പോർട്ടും എനിക്കുണ്ട്. തീർച്ചയായിട്ടും വലിയൊരു ചർച്ചാ വിഷയത്തിലേക്ക് പോകുന്ന ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ തുടങ്ങി വച്ചിരിക്കുന്നത്. കാരണം തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് പിടിക്കുന്ന ചർച്ചകൾക്ക് വിരാമം കുറിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ 17-ാം വാർഡ് നിർണായകമായൊരു ഘടകമായി മാറും. വൈകാതെ ഒരുപക്ഷെ റിസൾട്ട് വന്നതിന് ശേഷവും ഉമ്മർക്കെല്ലാം സജീവമായി ഈ രംഗത്ത് പ്രതിഷേധവുമായിട്ടല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി മുന്നോട്ടുണ്ടാവൂലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. വൈകാതെ ഈ പറയുന്ന ചേർപ്പിലെ രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാരണം ഈ കോൺഗ്രസിന്റെ പതനം ഇവിടെ ആഗ്രഹിക്കുന്ന പല നേതാക്കന്മാരുണ്ട്. അതിനെതിരെയുള്ള ഒരു റിസൾട്ടായിരിക്കും ഇവിടെ 17-ാം വാർഡിൽ വരിക. എന്ത് തന്നെയാണെങ്കിലും രാഷ്ട്രീയ കേരളമൊക്കെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പ്രത്യേകിച്ച് ചേർപ്പ് പഞ്ചായത്തിലെ 17-ാം വാർഡും നിർണായക ഘടകമായിട്ട് വരുമെന്നതിൽ ഒരു സംശയമില്ല. സ്ഥാനാർത്ഥിക്കൊപ്പം മറ്റൊരു സ്ഥാനാർത്ഥിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ 8 ഡിവിഷനിൽ നിന്ന് ഈ കുറി മത്സരിക്കുന്ന UDFന് വേണ്ടി മത്സരിക്കുന്നത് ഫൈസൽ ടീച്ചറാണ്. സ്വാഭാവികമായിട്ടും ഈ വാർഡ് ബ്ലോക്ക് വിഭജനം വന്നതിന് ശേഷം അല്ലേ ആദ്യത്തെ ഒരു മത്സരത്തെയാണ് നേരിടുന്നത്. പുതുമുഖ സ്ഥാനാർത്ഥിയാണ് UDF ഇറക്കിയിരിക്കുന്നത്. നമുക്കൊന്ന് കൂടുതൽ ചോദിച്ചറിയാം, എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ? ഞാനൊരു ടീച്ചറാണ്, ഷൈഫിദ ടീച്ചർ എന്നാണ് എൻ്റെ പേര്. ഞാൻ ഒരു 13 വർഷമായിട്ട് ഞാൻ ടീച്ചിങ് ഫീൽഡിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവർ വന്ന് പറഞ്ഞു, അങ്ങനെ ഞാൻ
സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ ആയിട്ട് നല്ല ഒരു ബന്ധം പുലർത്താനായിട്ട് ടീച്ചർക്ക് സാധിക്കുന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇലക്ഷന് ഏത് വീട്ടിൽ പോയാലും അവിടെ ഒരു കുട്ടി എവിടെയാലും ശിക്ഷ സമ്പത്തുണ്ട്. അതെ അതെ അതെ. എങ്ങനെയുണ്ട് ആളുകൾ ഈ ഒരു 2-3 ആഴ്ച വീടുകളിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങുമ്പോഴത്തേക്കും കിട്ടിയ ആ ഒരു അനുഭവ സമ്പത്തേക്കാൾ ഉപരി ഇമ്പാക്റ്റ് ആണ് ശരിക്കുള്ളത്. ഞാൻ ജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പ്രത്യേകിച്ച് ആദ്യം അറിയാം, നമുക്കിതൊരു പുതിയ ഡിവിഷനാണ്, പ്രത്യേകിച്ച് പുതുമുഖമാണ്, മുന്നിലേക്ക് ഒരുപാട് പ്രതിസന്ധികളുള്ള ഒരു ഡിവിഷൻ തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ മജിദിക്കാരുടെ പ്രദാനം ചെയ്യുന്ന ഈ വാർഡടക്കം നിരവധി വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നതാണ്. തൊട്ട് പുറകിൽ നിൽക്കുന്നത് പഴയകാല ഒരു മെമ്പറുമാണ്. അവരൊക്കെ തുടങ്ങി വെച്ചിരിക്കുന്ന പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് UDF ഇപ്പോൾ ചിന്തിക്കുന്നത്. സ്വാഭാവികമായിട്ട് കുടിവെള്ളക്ഷാമം ഉണ്ടാവാം. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ കുടിവെള്ളക്ഷാമത്തേക്കാൾ ഉപരിയായിട്ട് കുടിവെള്ള പ്രശ്നമുണ്ടാവും. അതിനേക്കാൾ ഉപരിയായിട്ട് പല സ്ഥലങ്ങളിലും എനിക്ക് തോന്നുന്നു ഈ പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഡിവിഷനാണ്. എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒന്ന് തരണം ചെയ്ത് പുതിയതായിട്ടുള്ള ആശയം എന്താണ്? ആശയം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കാർഷിക മേഖലയിൽ വളരെയധികം പ്രതിസന്ധികൾ ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാർഷിക മേഖലയിലെ ആ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ഈ ബ്ലോക്കിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നെ മെയിനായിട്ടുള്ള ഞങ്ങളുടെ ഏരിയ ആണെങ്കിലും ഇവിടെ ആയാലും കുടിവെള്ളക്ഷാമമാണ് രൂക്ഷം. എൻ്റെ ലൈൻ പൈപ്പിലൊക്കെ 1-2-3 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ഒരു പരിഹാരം ബ്ലോക്കിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ് എനിക്ക് നൽകാനുള്ള ഒരു വാക്ക്. മികച്ച വിജയത്തിലേക്കാണല്ലേ? അതെ, പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. മികച്ച വിജയം തന്നെയാണ്. മജിദിക്കായാലും ഞങ്ങൾക്കായും ഞങ്ങൾ കൂടെ ഉള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും മികച്ച വിജയം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തുതന്നെയാണെങ്കിലും ഒരു കടുത്ത മത്സരത്തിനാണ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തും സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. ഡിവിഷൻ കൂടിയതിന് ശേഷം പുതുമുഖ സ്ഥാനാർത്ഥികളെ അടക്കം മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഏറെ പ്രതിസന്ധികളുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ് ഇവർ നേരിടാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ ഈ കുറി തെരഞ്ഞെടുപ്പ് അത്ര കണ്ട് സുഖകരമായി ജയിച്ച് കയറാമെന്ന് ഒരു സ്ഥാനാർത്ഥിക്കും ഉള്ളിൽ വിശ്വാസം ഉണ്ടാവില്ല. കാരണം നിലവിലുള്ള പ്രതിസന്ധികളെ എങ്ങനെയൊക്കെ ഫലവത്തായിട്ട് നേരത്തെ നമ്മളോട് സംസാരിച്ച മജിദൊക്കെ അടക്കം ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രതിസന്ധികളെ എങ്ങനെ നേരിടാമെന്ന് ഉള്ളിൽ വലിയൊരു ആശയം വെച്ചിട്ട് തന്നെയാണ് ഇവരൊക്കെ മത്സര രംഗത്തേക്ക് കടന്നു വരുന്നത്. മത്സരിച്ച് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഉള്ളിലുള്ള മികച്ച ആശയങ്ങളെല്ലാം ഫലത്തിലേക്ക് എത്തിക്കുവാനാവട്ടെ. അത് മുഖേന വാർഡും ഈ ഡിവിഷനും എല്ലാം കൂടുതൽ വികസനാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് വരുത്താൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് മീഡിയ 4 ആശംസിക്കുകയാണ്. എന്തായാലും സ്ഥാനാർത്ഥിക്കൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും മീഡിയ 4ൻ്റെ ആശംസകൾ നേരുകയാണ്. ജയിച്ചു വാ മക്കളെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. മറ്റൊന്നുമല്ല, വാർത്തകൾക്കപ്പുറം നിന്നുകൊണ്ട് സൗഹൃദത്തിൻ്റെ ഒരു വേലിക്കെട്ട് ഞങ്ങൾക്കുണ്ട്. സൗഹൃദം തീർത്ത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എപ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങിയ ആ സമയം മുതൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന ജനകീയമായ വിഷയത്തിലൂടെയാണ് കടന്നു വന്നത്. അതിനുശേഷം സ്ഥാനാർത്ഥിക്കൊപ്പം ഒടുവിൽ തദ്ദേശ പോര് എന്ന 4 ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിലെയും പ്രതിനിധികളടക്കം ഇരുന്നുള്ള ചർച്ച വരെ ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പക്ഷം പിടിക്കുവാനോ അവർ ഉയർത്തിക്കെട്ടുവാനോ താഴ്ത്തിക്കെട്ടുവാനോ ഒന്നും ഞങ്ങൾ തയ്യാറാവുന്നില്ല. മറിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. ആര് ജയിച്ചു വന്നാലും ഈ നാടിൻ്റെ നന്മയ്ക്ക് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. അപ്പോൾ വീണ്ടും ഇവർ പ്രചരണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാവിധ ആശംസകളും മീഡിയ 4 നേരുകയാണ്. LDF കയ്പമംഗലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കാളമുറിയിൽ നിന്ന് റാലിയോടെയാണ് പൊതുസമ്മേളനം നടന്നത്. കാളമുറിയിൽ നിന്ന് ആരംഭിച്ച റാലി 3 പീടിക ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഒരുപാട് തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ച നിങ്ങളിൽ പലരെയും പോലെ അഭിമുഖീകരിച്ച ആളാണ്. എന്നാൽ പലരും പറയും കാറ്റ് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്നാണ് പറയാറുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇടതുപക്ഷ തരംഗമാണ് കേരളത്തിൽ
കേരളത്തിലാകെ അലയടിക്കുന്നത്, ആഞ്ഞടിക്കുന്നത് എന്ന് കേരളം ഒരേ സ്വരത്തിൽ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങളാണ് കേരളത്തിൻ്റെ അകത്ത് ഈ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് രൂപപ്പെട്ടു വരുന്നത്. ആത്മവിശ്വാസം, 1/2 കിലോ ആത്മവിശ്വാസം ഏതെങ്കിലും കടയിൽ പോയി വില കൊടുത്ത് തൂക്കി വാങ്ങിയതല്ല ഈ ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസം കഴിഞ്ഞ 9.5 കൊല്ലക്കാലമായി കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന കേരളം ഇടതുപക്ഷത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ഭരണമാണ് ഞങ്ങൾക്കൊക്കെ ഈ ആത്മവിശ്വാസം തരുന്നത് എന്ന കാര്യം വളരെ സാന്ദർഭികമായി പരസ്യമായി അത് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ആ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കളും സ്ഥാനാർത്ഥികളും ജനങ്ങളെ ആത്മവിശ്വാസത്തോടെ സമീപിക്കുന്നത് എന്നത് ആ മുന്നണിയുടെ, പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം, ആ മുന്നണിയുടെ ഭരണം, ആ മുന്നണിയുടെ നയം, അതിൻ്റെ നിലപാടുകൾ. ER ജോഷി അധ്യക്ഷനായി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, PM അഹമ്മദ്, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, TV സുരേഷ് ബാബു, മുഹമ്മദ് ചാമക്കാല, റസാഖ്, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിഞ്ഞനം യൂണിറ്റ് കൺവെൻഷൻ നടന്നു. AKTA ജില്ലാ കമ്മിറ്റി അംഗം KK യൂസഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ആളുകൾ ഇപ്പൊ താൽക്കാലിക മെമ്പർഷിപ്പ് സമയം നമ്മൾ വേണ്ടത്ര ഇറങ്ങിയില്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ താൽക്കാലിക മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് അടുത്ത വർഷത്തേക്കെങ്കിലും നമ്മുടെ മെമ്പർഷിപ്പിന്റെ സമയത്ത് നമുക്ക് ഒരുപാട് മെമ്പർഷിപ്പുകൾക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഇപ്പോ ഒരു SST ഒരു 3 അംഗം എന്ന നിലയിലേക്ക് കണ്ടുവച്ചാൽ അടുത്ത തവണ നമ്മുടെ പെരിഞ്ഞനം യൂണിറ്റ് വലിയൊരു മെമ്പർഷിപ്പ് എന്ന നിലയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ നിലയിലേക്ക് നമ്മുടെ SHGയുടെ കൺവീനർമാരും നമ്മുടെ അംഗങ്ങളും പരിശ്രമിക്കണമെന്നാണ് എനിക്ക് മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. നമ്മള് ഇന്ന് കേരളത്തിൽ മാത്രമല്ല, നമ്മള് ദേശീയ തലത്തിലും നമ്മുടെ സംഘടന ഇന്ന് ഉള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഇവിടുത്തെ നമ്മുടെ പ്രകാശേട്ടൻ, നമ്മുടെ ജില്ലയുടെ സെക്രട്ടറി പ്രകാശേട്ടൻ ദേശീയ സംഘടനയുടെ സെക്രട്ടറിമാരിൽ ഒരാളാണ്. TWFI എന്ന് പറയുന്ന ടൈലേഴ്സ് വർക്കേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ദേശീയ സംഘടന നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ തയ്യൽ തൊഴിലാളികളെ ഒരുമിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു ദേശീയ സംഘടന എന്ന നിലയിൽ നമ്മളിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് KS സതീഷ് അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി ലീന ബാബു വാർഷിക റിപ്പോർട്ടും ട്രഷറർ മേരി സജിത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KI ബാബുരാജ്, KS സുമ, രമ്യ ദിവാകരൻ, ER ധർമ്മപാലൻ, അനു അലക്സ്, അജിത സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം പൊന്മാണിക്കുടം മുമ്പ് വീട്ടിൽ ശ്രീ വിശ്വനാഥപുരം ഭഗവതി ക്ഷേത്രോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നിരവധി ഭക്തരാണ് ഉത്സവാഘോഷത്തിൽ പങ്കെടുത്തത്. രാവിലെ കാഴ്ചശിവേലി, ആനപ്പറ, ഉച്ചയ്ക്ക് വിത്തളവ് എന്നിവ നടന്നു. വൈകിട്ട് വിവിധ താളമേള വാദ്യങ്ങളോടെ കൊറ്റംകുളം സെന്ററിൽ നിന്ന് കാവടിയാട്ടം നടന്നു. തുടർന്ന് നടന്ന കാഴ്ചശിവേലിയിൽ 5 ആനകൾ അണിനിരന്നു. പെരുവനം സതീശന്മാരാർ നയിച്ച പാണ്ടിമേളം കാഴ്ചശിവേലിക്ക് അകമ്പടിയൊരുക്കി. 100ഓളം വാദ്യകലാകാരന്മാരാണ് പാണ്ടിമേളത്തിൽ അണിനിരന്നത്. നിരവധി ഭക്തരാണ് എഴുന്നള്ളിപ്പ് കാണാൻ എത്തിച്ചേർന്നത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 22ാം വാർഡ് UDF സ്ഥാനാർത്ഥി ഷാഹിർ പഴൂമ്പറമ്പലിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി പ്രചരണം നടത്തി. വാക്ക് വിത്ത് ഷാഹിർ എന്ന പേരിലാണ് പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് പ്രചരണ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. AICC സെക്രട്ടറി TN പ്രതാപൻ ജാഥ നയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷീബ സതീശൻ, വാർഡ് സ്ഥാനാർത്ഥികളായ മണി ഉല്ലാസ്, KK സക്കരിയ എന്നിവർക്ക് വേണ്ടിയും TN പ്രതാപൻ വോട്ടുകൾ അഭ്യർത്ഥിച്ചു.
KB അനിൽകുമാർ, PA നജുമുദ്ദീൻ, PK റാസിഖ് എന്നിവർ സംസാരിച്ചു. പ്രചരണ ജാഥയ്ക്ക് ദാസൻ പനക്കൽ, PM മജീദ, KD രാജു, EA ഷഫീഖ, അനിൽ കോഴിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ഈ പരിപാടി യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു ആഘോഷ പരിപാടിയായി മാറിയിരിക്കുകയാണ്. അത്രയും അതിഗംഭീരമായാണ് പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം. UDF എന്തുകൊണ്ടും നമ്മുടെ ഈ കൈപ്പമംഗലം പഞ്ചായത്തിൽ ബഹുഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ഭരണം പല വിധത്തിലുള്ള കൊള്ളയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തിയിരിക്കുന്ന ഈ സംസ്ഥാന ഭരണം, അതുപോലെ തന്നെ കേന്ദ്ര ഭരണവും ജനങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും മടുപ്പും ഉളവാക്കിയിട്ടുണ്ട്. എന്നതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും അതിന് പ്രതികാരം ചെയ്യാനുള്ളൊരു അവസരം ഇവിടെ കാത്തിരിക്കുകയാണ്. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ വാർഡിലും ബ്ലോക്കിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക്, ജില്ലാ പഞ്ചായത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് കോണി അടയാളത്തിലും കൈ അടയാളത്തിലും വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയും, പ്രത്യേകിച്ചും ഷാഹിർ പ്രതിദാനം ചെയ്യുന്ന 22ാം വാർഡിൽ വാക്ക് വിത്ത് ഷാഹിർ എന്ന ആശയം മുന്നിൽ വെച്ചുകൊണ്ടുമാണ് ഈ കോലുകുഴി ജുമാ മസ്ജിദിന്റെ പരിസരത്തു നിന്നും നമ്മൾ ഇപ്പോൾ എല്ലാവരും കൂടി ഒരു കാൽനട പ്രചരണം ആരംഭിക്കുന്നത്. ഇതിൽ പങ്കെടുക്കാനെത്തിയ UDFന്റെ എല്ലാ നേതാക്കന്മാരെയും സഹപ്രവർത്തകന്മാരെയും സ്ഥാനാർത്ഥികളെയും വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി ആദ്യമായി അഭിവാദ്യം ചെയ്യാം. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,955 രൂപ, പവന് 95,640 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾ റോഡ് ഷോ നടത്തി. 17-18 വാർഡുകളിലെ സ്ഥാനാർത്ഥികളാണ് റോഡ് ഷോ പ്രചരണം നടത്തിയത്. ചേർപ്പ് ശ്രീശങ്കര വിദ്യാമന്ദിരത്തിൽ ശാസ്ത്രമേള സംഘടിപ്പിച്ചു. കുട്ടികളുടെ വ്യത്യസ്തമായ അവതരണങ്ങൾ ശാസ്ത്രമേളയെ ശ്രദ്ധേയമാക്കി. LDF പാറളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും കോടന്നൂരിൽ നടന്നു. വെങ്ങിനിശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.